നമസ്കാരം. ഒരു കാരണവുമില്ലാതെ ഭാവിയെക്കുറിച്ചോർത്ത് നിങ്ങൾ അമിതമായി വേവലാതിപ്പെടാറുണ്ടോ? അനാവശ്യമായി ആശങ്കകൾ നിറയ്ക്കുന്ന കഥകൾ മനസ്സിൽ മെനയാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരം ഉത്കണ്ഠ നിറഞ്ഞ ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ ചിന്തകളെക്കുറിച്ച് ഒരു മഹാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ചിന്തകൾ ആകാശത്തിലെ പക്ഷികളെ പോലെയാണ്. അവ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകുന്നത് നമുക്ക് തടയാനാവില്ല. എങ്കിൽ നമ്മുടെ തലയിൽ കൂടുകൂട്ടാൻ അവയെ അനുവദിക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. സാധാരണ നമ്മളെ അലട്ടുന്ന ഉത്കണ്ഠ ചിന്തകൾ ഏതെല്ലാമാണ്? നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സാമ്പത്തികമായ കടബാധ്യതകൾ, ജോലിയിലോ ബിസിനസ്സിലോ പരാജയപ്പെടുമോ എന്ന ഭയം, ബന്ധങ്ങളിലെ വിശ്വാസമില്ലായ്മ, ഒറ്റപ്പെട്ടു പോകുമോ എന്ന ആശങ്ക, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ എത്രയോ ചിന്തകളാണ് ഓരോ ദിവസവും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ തലയിൽ കൂടുകൂട്ടാൻ വരുന്ന ഇത്തരം ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളെ എങ്ങനെ ശാന്തമായി കൈകാര്യം ചെയ്യാം എന്നാണ്. ഈ ചിന്തകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവ ഒറ്റയ്ക്കല്ല വരുന്നത്. ഒരു പ്രധാന ചിന്ത ഒരു വലിയ മേഘം പോലെ ആദ്യം നമ്മിലേക്ക് വരും. ആ വലിയ മേഘം ഉടൻ തന്നെ അതിനു ചുറ്റുമുള്ള സമാനമായ ചെറിയ മേഘങ്ങളെ, അതായത് സബ് ക്ലൗഡ്സിനെ ആകർഷിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, എനിക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന ചിന്ത ഇതൊരു പ്രധാന ചിന്തയാണ്, അതായത് പേരൻറ്റ് ക്ലൗഡ്. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ മേഘം അതിനു ചുറ്റുമുള്ള ചെറിയ മേഘങ്ങളെ ആകർഷിക്കാൻ തുടങ്ങും. അത് ആകർഷിക്കുന്ന ചെറിയ മേഘങ്ങൾ, അതായത് സബ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ക്ലൗഡ്സ് ഏതൊക്കെയായിരിക്കും? ജോലി നഷ്ടപ്പെട്ടാൽ വീട്ടുചെലവുകൾ എങ്ങനെ നടക്കും? മക്കളുടെ ഫീസ് എങ്ങനെ അടയ്ക്കും? വാടക, ക്രെഡിറ്റ് കാർഡ്, ലോൺ അടവുകൾ ഇവയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ചികിത്സാ ചിലവുകൾ ആരു നോക്കും? കുടുംബത്തിൽ വരാനിരിക്കുന്ന മറ്റു ചിലവുകൾ, വിവാഹം, യാത്ര എന്നതുപോലെയുള്ള പല വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിലൊക്കെ പ്രധാനമായി മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയും? വലിയ മേഘം ഇങ്ങനെയുള്ള ചെറിയ മേഘങ്ങളെ ആകർഷിക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഉത്കണ്ഠയും ഭയവും നിസ്സഹായതയും തോന്നുന്നത്. അങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ ദേഷ്യപ്പെടുകയോ ഭയപ്പെടുകയോ അല്ല വേണ്ടത്. പകരം ശാന്തമായി വേണമെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാം: ആ ചിന്തകൾ ഇപ്പോൾ പ്രധാനമല്ല, അവയെ പിന്നീട് കൈകാര്യം ചെയ്തോളാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ പോവുകയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ആവശ്യം അവിടുത്തെ ഉദ്യോഗസ്ഥനോട് പറയുന്നു. അദ്ദേഹം അതെല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം കുറച്ചു നേരം കാത്തിരിക്കൂ, ഞാനിപ്പോൾ ശരിയാക്കിത്തരാം എന്ന് പറയുന്നു. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തു വലിയ സമാധാനമായിരിക്കും അല്ലേ? നമ്മുടെ ആവശ്യം അദ്ദേഹം കേട്ടു, ഇനി പരിഹാരമുണ്ടാകും എന്നൊരു ഉറപ്പ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഉത്കണ്ഠ നിറഞ്ഞ ചിന്തകളോട് പുതിയ രീതിയിൽ പെരുമാറാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മനോഭാവം പരിശീലിക്കാൻ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ ധ്യാനം നിങ്ങൾക്ക് ഒരു സഹായം ആയാണ് കാണേണ്ടത്. അമിതമായ ഉത്കണ്ഠ കാരണം ഉണ്ടാകുന്ന രോഗപ്രതിവിധിയല്ല ഇത്. ഉത്കണ്ഠ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. സ്വസ്ഥമായി ഇരിക്കുക, കണ്ണുകൾ അടച്ചു വയ്ക്കുക. ഇനി ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന ശേഷം കുറച്ച് പ്രാവശ്യം ശ്വാസം എടുത്തു വിടുക. ടേക്ക് എ ഫ്യൂ റിലാക്സിംഗ് ബ്രെത്ത്സ്. ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഈസിയായി ശ്വാസം എടുത്തു വിട്ടാൽ മതി. ചുറ്റുമുള്ള ശബ്ദങ്ങളിലും ശ്രദ്ധ കൊടുക്കാവുന്നതാണ്.
വീടിനകത്തുള്ള ശബ്ദങ്ങൾ, പുറത്തുള്ള ശബ്ദങ്ങൾ, ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം, ഫാൻ തിരിയുന്ന ശബ്ദം, അല്ലെങ്കിൽ AC-യുടെ ശബ്ദം, ആളുകൾ സംസാരിക്കുന്ന ശബ്ദം, പുറത്ത് പക്ഷികളുടെ ശബ്ദം, വാഹനം പോകുന്ന ശബ്ദം, എല്ലാം കേൾക്കുക. ഇവയെല്ലാം അറിയുമ്പോൾ ഒരു വിശ്രമാവസ്ഥയിലേക്ക് നിങ്ങൾക്കെത്താൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ചിന്തകൾ കടന്നു വരുമ്പോൾ അവയെ ശ്രദ്ധിക്കുക. അവയ്ക്ക് ഒരു രൂപം കൊടുക്കുക. ആൻഡ് allow them to float in the air. മുകളിലേക്ക് പറന്നുയരുന്നതായി കാണുക. ഉത്കണ്ഠയ്ക്ക് കാരണമായ പ്രധാന ചിന്തയെ പേരന്റ് ക്ലൗഡായി കാണുക. അതിൽ നിന്നും ഉണ്ടാകുന്ന മറ്റു ചിന്തകളെ സബ് ക്ലൗഡ്സ് എന്ന് പറയും. അവയെയും കാണുക. പേരന്റ് ക്ലൗഡിനെയും സബ് ക്ലൗഡ്സുകളെയും പ്രത്യേകം പ്രത്യേകം കാണണം. പ്രധാന ചിന്തയെയും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള മറ്റു ചെറു ചിന്തകളെയും പ്രത്യേകം പ്രത്യേകം കാണുക. എല്ലാം പരസ്പരം കണക്റ്റ് ചെയ്യുന്ന ചിന്തകളാണ് എന്നറിയുന്നു. ആ ചിന്തകൾ വായുവിൽ പൊങ്ങിക്കിടക്കട്ടെ. ആ ചിന്തകളെ നോക്കി പറയുക, "These thoughts are not important right now." ഈ ചിന്തകൾ ഇപ്പോൾ പ്രധാനമുള്ളവയല്ല. എന്നിട്ട് ചിന്തകളെ വായുവിലൂടെ പോകാൻ അനുവദിക്കുക. പ്രധാന ചിന്ത, അതായത് പേരന്റ് ക്ലൗഡ് പോകുമ്പോൾ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ചിന്തകളും സബ് ക്ലൗഡ്സ് അതിൻ്റെ കൂടെ പോകും. ആ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളെ ഇപ്പോൾ സൽക്കരിക്കേണ്ട ആവശ്യമില്ല. No need to entertain them right now. ഞാൻ നിങ്ങളെ പിന്നീട് കൈകാര്യം ചെയ്തോളാം എന്ന് ശാന്തമായി അവയോട് പറയുക. Say it calmly. മധുരമായ സ്വരത്തിൽ പറയുക.
in a sweet tone of voice. ആ ചിന്തകൾ പൊങ്ങി പൊങ്ങി ദൂരെ ദൂരേക്ക് പോകുന്നത് മനസ്സിൽ കാണുക. ഇനി ഈ മേഘങ്ങളിൽ നിന്നും നിങ്ങളുടെ ചിന്തയെ മാറ്റുക. എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നിടത്തുള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഓരോ ശബ്ദവും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. Bring your attention to your body. നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് കാൽ വിരലുകളുടെ അറ്റം വരെ നിങ്ങൾ 1 മുതൽ 12 വരെ എണ്ണിക്കൊണ്ട് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ആ ശരീരഭാഗങ്ങളിൽ വല്ല ടെൻഷനോ സമ്മർദ്ദമോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. തുടങ്ങാം. തല 1, കഴുത്ത് 2, ചുമലുകൾ 3, കൈകൾ 4, നെഞ്ച് 5, നട്ടെല്ല് 6, വയറ് 7, അരക്കെട്ട് 8, കാൽമുട്ടുകൾ 9, കണംകാലുകൾ 10, പാദങ്ങൾ 11, പാദങ്ങളുടെ അടിവശം 12. വെരി ഗുഡ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞയച്ച ആ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളുണ്ടല്ലോ, അവയെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ആ ചിന്തകൾ എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. അവയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും കേട്ട ശേഷം അവയെ വായുവിൽ ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുക. ആ ചിന്തകൾ വായുവിൽ സ്വൽപ്പനേരം പൊങ്ങിക്കിടക്കട്ടെ. എന്നിട്ട് ആ ചിന്തകളോട് ഒന്ന് മാറി നിൽക്കാൻ പറയുക. വെയിറ്റ് ചെയ്യാൻ ശാന്തമായി പറയുക. Say it calmly in a sweet tone of voice. നിങ്ങൾക്ക് പിന്നീട് സമാധാനം ഉണ്ടാക്കിത്തരാം എന്ന് പറയുക.
അല്പനേരം കഴിഞ്ഞ് വിളിച്ചോളാം എന്ന് പറഞ്ഞ ശേഷം ആ ചിന്തകൾ പതുക്കെ നീങ്ങിപ്പോകുന്നത് മനസ്സിൽ കാണുക. അവ ആകാശത്തിലൂടെ ദൂരെ ദൂരേക്ക് ഒഴുകിപ്പോകുന്നതായി കാണുക. വെരി ഗുഡ്. ഇനി ശ്രദ്ധ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള വികാരങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ തോളുകളുടെ മുകൾ ഭാഗവും 2 കൈകളും ശ്രദ്ധിക്കുക. അവിടെയുള്ള വികാരങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധ നിങ്ങളുടെ വയറിലേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള വികാരങ്ങളും ശ്രദ്ധിക്കുക. ശരീരം വേണ്ട വിധം വിശ്രമിച്ചിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ എണ്ണിയ ശരീരത്തിലുള്ള 12 ഭാഗങ്ങളോടും പൂർണ്ണമായി വിശ്രമിക്കാൻ പറയുക. ആ ഭാഗങ്ങളെല്ലാം തന്നെ വിശ്രമിക്കുന്നതായി അറിയുക. ഇനി അല്പം മുമ്പ് കാത്തു നിൽക്കാൻ പറഞ്ഞ് ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളോട് തിരിച്ചു വരാൻ പറയുക. അവയെ മാടി വിളിക്കുക. ആ ചിന്തകൾക്ക് പറയാനുള്ളത് മുഴുവനായും കേൾക്കുക. Now allow them to float in the air. വീണ്ടും അവയെ വായുവിൽ ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുക. ആ ചിന്തകൾ വായുവിൽ സ്വൽപ്പനേരം പൊങ്ങിക്കിടക്കട്ടെ, ഒഴുകട്ടെ. അവ ഒഴുകുന്നതായി കാണുക. ആ വലിയ ചിന്തയും കൂടെയുള്ള ചെറിയ ചിന്തകളും പതുക്കെ ദൂരേക്ക് ദൂരേക്ക് നീങ്ങിപ്പോകുന്നത് മനസ്സിൽ കാണുക. ആ ചിന്തകൾ ഇപ്പോൾ പ്രധാനമല്ല എന്ന് സ്വയം പറയുക. അല്പനേരത്തേക്ക് ചിന്തകളോട് മാറി നിൽക്കാൻ പറയുക. Say it calmly in a sweet tone of voice. വളരെ ശാന്തമായാണ് പറയേണ്ടത്. നിങ്ങളെ പിന്നീട് കൈകാര്യം ചെയ്തോളാം എന്ന് ഉറപ്പ് നൽകുക.
സമാശ്വസിപ്പിക്കുക. ഇനി ശ്രദ്ധ നിങ്ങളുടെ അരക്കെട്ടിലേക്ക് കൊണ്ടുവരിക. അരക്കെട്ട് വിശ്രമിക്കുന്നത് അറിയുക. തുടകളിലെ മസിലുകൾ അയയുന്നതായി അറിയുക. കാൽമുട്ടുകളും കണംകാലുകളും പാദങ്ങളും എല്ലാം വിശ്രമിക്കുന്നത് അറിയുക. Relax the lower part of your body completely. നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട വിധം വിശ്രമം നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ശരീരഭാഗങ്ങളോട് റിലാക്സ് എന്ന് പറയുക. ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ വിശ്രമിക്കുന്നതായി അറിയുക. ഇനി അല്പം മുമ്പ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളോട് തിരിച്ചു വരാൻ പറയുക. തിരികെ മാടി വിളിക്കുക. ആ ചിന്തകൾ മനസ്സിലേക്ക് തിരിച്ചു വരട്ടെ. എന്നിട്ട് ആ ചിന്തകൾ എന്തു പറയുന്നു എന്ന് കേൾക്കുക. അവയെ പൂർണ്ണമായും കേട്ട ശേഷം allow them to float in the air. പ്രധാന ചിന്തയെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു ചെറുചിന്തകളെയും വായുവിൽ ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുക. ആ ചിന്തകൾ വായുവിൽ പൊങ്ങിക്കിടക്കട്ടെ, ഒഴുകട്ടെ. അവ ഒഴുകുന്നതായി കാണുക. Tell yourself that these thoughts are not important right now. ഈ ചിന്തകൾ ഇപ്പോൾ പ്രാധാന്യമർഹിക്കുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. എന്നിട്ട് ചിന്തകളോട് അല്പനേരം മാറി നിൽക്കാൻ പറയുക. കാത്തു നിൽക്കാൻ പറയുക. Say it calmly in a sweet tone of voice. ശാന്തമായി പറയുക. നിങ്ങളെ പിന്നീട് വിളിച്ചോളാം എന്ന ഉറപ്പ് നൽകുക. സമാശ്വസിപ്പിക്കുക. എന്നിട്ട് ആ ചിന്തകൾ ദൂരെ ദൂരേക്ക് പോകുന്നത് മനസ്സിൽ കാണുക. Now feel your weight. നിങ്ങളുടെ ശരീരഭാരം അറിയുക. ഇപ്പോൾ കസേരയിൽ ഇരിക്കുമ്പോൾ ശരീരത്തിൽ അനുഭവപ്പെടുന്ന പിരിമുറുക്കങ്ങൾ
ശ്രദ്ധിക്കുക. ശരീരത്തിൽ വേണ്ട വിധം വിശ്രമം നടക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. എല്ലാ ശരീരഭാഗങ്ങളോടും റിലാക്സ് എന്ന് പറയുക. അവ കൂടുതൽ കൂടുതൽ വിശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അല്പം മുമ്പ് കാത്തു നിൽക്കാൻ പറഞ്ഞ ഉത്കണ്ഠ ചിന്തകളെ തിരികെ വിളിക്കുക. അവ മനസ്സിലേക്ക് തിരിച്ചു വരട്ടെ. ആ ചിന്തകൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പൂർണ്ണമായും ചെവി കൊടുത്ത് കേൾക്കുക. പൂർണ്ണമായും കേട്ട ശേഷം allow them to float in the air. അവയെ വായുവിൽ ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുക. ആ ചിന്തകൾ വായുവിൽ പൊങ്ങിക്കിടക്കട്ടെ. ആ പേരന്റ് ക്ലൗഡും സബ് ക്ലൗഡുകളും ഒഴുകുന്നതായി കാണുക. ആ ചിന്തകൾ തൽക്കാലം പ്രാധാന്യം അർഹിക്കുന്നില്ല എന്ന് സ്വയം പറയുക. ആ ചിന്തകൾ ദൂരെ ദൂരേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. ഇനി ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തണുത്ത ജീവൻ നൽകുന്ന വായു നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായി അറിയുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ എല്ലാവിധ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളും ചൂടുവായുവായി മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. മറ്റു പുതിയ ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അവയെയും ശ്രദ്ധിക്കുക. ആ ചിന്തകൾ ഇപ്പോൾ പ്രധാനമല്ല എന്ന് സ്വയം പറയുക. ഞാൻ നിങ്ങളെ പിന്നീട് കൈകാര്യം ചെയ്തോളാം എന്ന് പറയുക. എന്നിട്ട് അവയെ ഒഴുകാൻ അനുവദിക്കുക. ചിന്തകൾ ആകാശത്തിലെ പക്ഷികളെപ്പോലെയാണ്. അവ പറക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ നമ്മൾ അവയെ പിന്തുടരേണ്ടതില്ല. ഫീലിംഗ് സൈലന്റ് ഇൻസൈഡ്, കാം ആൻഡ് റിലാക്സ്ഡ്. ഇപ്പോൾ ചിന്തകൾ എവിടെ പോയി? കാണാനില്ല. താമസിയാതെ നമ്മൾ ഈ മെഡിറ്റേഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്നാലും ഇന്നത്തെ ദിവസം ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ പറയും, ഈ ചിന്തകൾ
ഇപ്പോൾ പ്രധാനമല്ല. ഞാൻ അത് പിന്നീട് കൈകാര്യം ചെയ്തോളാം. എന്നിട്ട് അവയെ വായുവിൽ പൊങ്ങിക്കിടക്കാനും ദൂരെ ദൂരേക്ക് പോകാനും അനുവദിക്കും. അല്പനേരം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. സുഖകരമായ ശ്വാസോച്ഛ്വാസം. എല്ലാ ചിന്തകളും വിട്ടുമാറി എന്ന് ഉറപ്പുവരുമ്പോൾ പതുക്കെ, വളരെ പതുക്കെ, ശാന്തമായി കണ്ണുകൾ തുറക്കാവുന്നതാണ്. മെഡിറ്റേഷൻ നന്നായി ചെയ്യാൻ കഴിഞ്ഞുവല്ലോ അല്ലേ? ഇപ്പോൾ ആ ചിന്തകൾ നിങ്ങളെ അലട്ടാൻ വഴിയില്ല. എന്തു തന്നെയായാലും നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഒരു കാര്യം ഓർക്കുക, ഇതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കാൻ ഈ ധ്യാനം കുറച്ച് ദിവസം സ്ഥിരമായി പരിശീലിക്കേണ്ടതുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ചിന്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങുക. അതിൽ നിന്ന് ആശ്വാസം ലഭിച്ചാൽ മാത്രം അടുത്തതിലേക്ക് കടന്നാൽ മതി. നിങ്ങളുടെ ഈ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.